ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു എജുഹോളിക് ഓൺലൈൻ യൂട്യൂബ് ചാനൽ. ഡാറ്റ എൻട്രിയുടെ റെക്കോർഡ് എങ്ങനെയാണ് എഴുതേണ്ടത് എന്നാണ് ഞാൻ ഇന്ന് ഈ വീഡിയോയിൽ എക്സ്പ്ലെയിൻ ചെയ്തു തരുന്നത്. നിങ്ങൾ റെക്കോർഡിൻ്റെ ഫസ്റ്റ് പേജാണ് നിങ്ങളിവിടെ റൈറ്റ് സൈഡിൽ കാണുന്നത്. ഇവിടെ നിങ്ങൾ നിങ്ങളുടെ പേര് കൊടുക്കുക. പേര് എഴുതുമ്പോൾ ക്യാപിറ്റൽ ലെറ്ററിൽ നല്ല വൃത്തിയായിട്ട് എഴുതുക. നെക്സ്റ്റ് ഇവിടെ ക്ലാസ്സിൽ നിങ്ങൾ +2 എന്ന് കൊടുക്കുക. ഇവിടെ റോൾ നമ്പർ കൊടുക്കണം. ഡിവിഷൻ വേണ്ട. റോൾ നമ്പർ എന്നുള്ളിടത്ത് നിങ്ങളുടെ വൈറ്റ് ID കാർഡിലുള്ള എൻറോൾമെൻറ്റ് നമ്പറാണ് നിങ്ങൾ എഴുതേണ്ടത്. നെക്സ്റ്റ് ഇവിടെ ഡാറ്റ എൻട്രി ഓപ്പറേഷൻ എന്നാണ് കൊടുക്കേണ്ടത്. നെക്സ്റ്റ് അക്കാദമിക് ഇയർ 2023-24 എന്ന് കൊടുക്കുക. ഇവിടെ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂൾ എന്ന് കൊടുക്കുക. ഇത്രയാണ് നിങ്ങളിവിടെ ഫസ്റ്റ് പേജിൽ കൊടുക്കേണ്ടത്. നിങ്ങളുടെ റെക്കോർഡിൽ ഇങ്ങനെ 2 സൈഡ്സാണ് ഉണ്ടാവുക. റൈറ്റ് സൈഡിൽ റൂൾഡ് വരെയുള്ള പേജാണുള്ളത്, ലെഫ്റ്റ് സൈഡിൽ ബ്ലാങ്ക് ആയിട്ടുള്ളതാണ്. റെക്കോർഡിൽ ഫസ്റ്റ് നിങ്ങൾ എഴുതേണ്ടത് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ഹെഡിങ് കൊടുക്കുക. വാട്ട് ഈസ് കമ്പ്യൂട്ടർ എന്നുള്ളതാണ് ആദ്യം എഴുതിയിട്ടുള്ളത്. കമ്പ്യൂട്ടർ ഈസ് ആൻ ഇലക്ട്രോണിക് ഡിവൈസ് ദാറ്റ് ട്രാൻസ്ഫോംസ് ഡാറ്റ ഇൻ ടു മീനിങ്ഫുൾ ഇൻഫോർമേഷൻ ആൻഡ് ഇറ്റ് ഹാസ് ദ എബിലിറ്റി ടു ആക്സെപ്റ്റ് ഡാറ്റ, സ്റ്റോർ ഡാറ്റ, റിട്രീവ് ഡാറ്റ ആൻഡ് പ്രിൻറ്റ് ദ ഡാറ്റ ആസ് ആൻഡ് വെൻ റിക്വയർഡ്. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ഓർഗനൈസേഷൻ, മെമ്മറി യൂണിറ്റ്, കൺട്രോൾ യൂണിറ്റ്, അരിത്മെറ്റിക്കൽ ആൻഡ് ലോജിക്കൽ യൂണിറ്റ്. ലെഫ്റ്റ് സൈഡിൽ ഇൻപുട്ട്, റൈറ്റ് സൈഡിൽ ഔട്ട്പുട്ട്. Next, input and output devices. Input devices is the hardware which help us to enter the data into a computer, and output devices are those help to get information from the computer. ഇത്രയുമാണ് ഫസ്റ്റ് പേജിൽ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾ പേജ് നമ്പർ ഇടാൻ മറക്കരുത്. മുകളിൽ റൈറ്റ് സൈഡിൽ പേജ് നമ്പർ കൊടുക്കണം. പേജ് നമ്പർ 2ൽ ഇൻപുട്ട് ഡിവൈസസ് കുറച്ച് ഇൻപുട്ട് ഡിവൈസസിനെ ലിസ്റ്റ് ചെയ്തിട്ടുണ്ട്. കീബോർഡ്, മൗസ്, സ്കാനർ, ട്രാക്ക് ബോൾ, ടച്ച് പാനൽ. നെക്സ്റ്റ് ഔട്ട്പുട്ട് ഡിവൈസസ് മോണിറ്റർ, പ്രിൻറ്റർ, സ്പീക്കർ, ഹെഡ്സെറ്റ്, പ്ലോട്ടർ. നെക്സ്റ്റ് കമ്പ്യൂട്ടർ ലാംഗ്വേജ് എന്താണെന്നാണ് എഴുതിയിട്ടുള്ളത്. കമ്പ്യൂട്ടർ ലാംഗ്വേജിന് ഹെഡിങ് കൊടുക്കുക. എ കമ്പ്യൂട്ടർ ലാംഗ്വേജ് ഈസ് എ ഫോർമൽ ലാംഗ്വേജ് യൂസ്ഡ് ടു കമ്മ്യൂണിക്കേറ്റ് വിത്ത് എ കമ്പ്യൂട്ടർ. കമ്പ്യൂട്ടർ ലാംഗ്വേജ് ക്യാൻ ബി ക്ലാസിഫൈഡ് ഇൻ ടു 2. ദേ ആർ ലോ ലെവൽ ലാംഗ്വേജ് ആൻഡ് ഹൈ ലെവൽ ലാംഗ്വേജ്. ലോ ലെവൽ ലാംഗ്വേജിനെ 2ആയിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്: മെഷീൻ ലാംഗ്വേജ് ആൻഡ് അസംബ്ലി ലാംഗ്വേജ്. നെക്സ്റ്റ് ലോ ലെവൽ ലാംഗ്വേജ് ആണ്. ലോ ലെവൽ ലാംഗ്വേജ് മീൻസ് ദ ലാംഗ്വേജ് വിച്ച് ഈസ് ക്ലോസ് ടു ദ വേ ഇൻ വിച്ച് മെഷീൻ അണ്ടർസ്റ്റുഡ്. ലോ ലെവൽ ലാംഗ്വേജിൽ 2 എണ്ണം ഉണ്ട്: മെഷീൻ ലാംഗ്വേജ്, അസംബ്ലി ലാംഗ്വേജ്. ഫസ്റ്റ് മെഷീൻ ലാംഗ്വേജ് ആണ് എഴുതിയിട്ടുള്ളത്. മെഷീൻ ലാംഗ്വേജ് കൺസിസ്റ്റ് ഓഫ് zeros and ones which is called binary. നെക്സ്റ്റ് അസംബ്ലി ലാംഗ്വേജ് ഈസ് എ സാമ്പിൾ ആൻഡ് ലെസ് ടൈം കൺസ്യൂമിംഗ് ലാംഗ്വേജ്. നെക്സ്റ്റ് ഹൈ ലെവൽ ലാംഗ്വേജ്. ഹൈ ലെവൽ ലാംഗ്വേജ് ആർ ദ പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് വിച്ച് ആർ യൂസ്ഡ് ഫോർ റൈറ്റിംഗ് പ്രോഗ്രാംസ് ആൻഡ് വിച്ച് കുഡ് ബി അണ്ടർസ്റ്റുഡ് ബൈ ഹ്യൂമൻ. ഇത്രയാണ് തേർഡ് പേജിൽ വരുന്നത്. പേജ് നമ്പർ ഇടാൻ മറക്കരുത്. നെക്സ്റ്റ് ഫോർത്ത് പേജ് നോക്കാം. ഫോർത്ത് പേജിൽ ലെഫ്റ്റ് സൈഡിലും റൈറ്റ് സൈഡിലും നമുക്ക് ചെയ്യാനുണ്ട്. ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾ ഇതിൽ കാണുന്നത് പോലെ തന്നെ വരച്ചിട്ട് ചെയ്ത് ഫസ്റ്റ് ഫയൽ, ഹോം, ഇൻസേർട്ട്, പേജ് ലേഔട്ട്, റെഫറൻസ്, മെയിലിംഗ്, വ്യൂ. ഇത്രയാണ് മുകളിൽ കൊടുത്തിട്ടുള്ളത്. പിന്നെ താഴെ കൊടുത്തിട്ടുള്ളത് സേവ്, സേവ് ആസ്, ഓപ്പൺ, ക്ലോസ്, ഇൻഫോ, റീസെൻറ്റ്, ന്യൂ, പ്രിൻറ്റ്, സേവ് ആൻഡ് ഷെയർ, ഹെൽപ്പ്, എക്സിറ്റ്. ഇത്രയാണ് താഴെയായിട്ട് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. മുകളിൽ ഡോക്യുമെൻറ്റ് മൈക്രോസോഫ്റ്റ് വേർഡ്, താഴെ ഫയൽ നെയിം, സേവ് ആസ് ടൈപ്പ്, ടൂള്, സേവ്, ക്യാൻസൽ. 3 ഓപ്ഷൻസ് നമ്മുടെ കമ്പ്യൂട്ടറിൻ്റെ സ്ക്രീനിൽ കാണുന്ന കാര്യങ്ങളാണ് ഇവിടെ വരച്ച് എഴുതിയിട്ടുള്ളത്. നെക്സ്റ്റ് റൈറ്റ് സൈഡിൽ ഫോർമാറ്റിംഗ് ഡോക്യുമെൻറ്റ്സ്. അതിൽ ഫസ്റ്റ് സേവിങ് ന്യൂ ഡോക്യുമെൻറ്റ്, ഒരു പുതിയ ഡോക്യുമെൻറ്റ് എങ്ങനെ സേവ് ചെയ്യാന്നുള്ളതാണ് കൊടുത്തിട്ടുള്ളത്. വൺസ് യു ആർ ഡൺ വിത്ത് ടൈപ്പിംഗ് ഇൻ യുവർ ന്യൂ വേർഡ് ഡോക്യുമെൻറ്റ്, ഇറ്റ് ഈസ് ദ ടൈം ടു സേവ് യുവർ ഡോക്യുമെൻറ്റ്. ഇത് സ്റ്റെപ്സ് ആണ്. Step 1, click the file tab and select the save as option. Next, step 2, select a folder where you will like to save the document. Next, step 3, enter the file name which you want to give to your document. And step 4, finally click on the save button and your document will be saved with the entered name in the selected folder. ഇനി നെക്സ്റ്റ് പേജ്, ഇത് പേജ് നമ്പർ 4 ആയിരുന്നു. നെക്സ്റ്റ് പേജ് നമ്പർ 5. പേജ് നമ്പർ 5ൽ നിങ്ങൾ ലെഫ്റ്റ് സൈഡിൽ വരയ്ക്കാനുള്ളത് ഇതേപോലെ നോക്കി വരയ്ക്കുക. നമ്മുടെ കമ്പ്യൂട്ടർ സ്ക്രീനിൽ കാണുന്ന കുറച്ച് കാര്യങ്ങളാണ് കൊടുത്തിട്ടുള്ളത്. നെക്സ്റ്റ് പേജ് 5ൽ എന്തൊക്കെയാണ് കൊടുത്തിട്ടുള്ളത് നോക്കാം. MS വേർഡ് ബുള്ളറ്റഡ് ആൻഡ് നമ്പേർഡ് ലിസ്റ്റ്. ക്രിയേറ്റ് എ ബുള്ളറ്റഡ് ആൻഡ് നമ്പേർഡ് ലിസ്റ്റ്. ടു ക്രിയേറ്റ് എ ബുള്ളറ്റഡ് ഓർ നമ്പേർഡ് ലിസ്റ്റ്, യൂസ് ദ ലിസ്റ്റ് ഫീച്ചർ പ്രൊവൈഡ് ബൈ വേർഡ്. സ്റ്റെപ്പ് 1, ക്ലിക്ക് ദ ബുള്ളറ്റഡ് ലിസ്റ്റ് ബട്ടൺ. അതിൻ്റെ സിമ്പിളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ഓർ നമ്പേർഡ് ലിസ്റ്റ് ബട്ടൺ, അത് നമ്മൾ സ്ക്രീനിൽ എങ്ങനെ കാണുന്നുള്ളതാണ് ഇവിടെ വരച്ചിട്ടുള്ളത്. ഓൺ ദ ഫോർമാറ്റിംഗ് ടൂൾ ബാർ. നെക്സ്റ്റ് സ്റ്റെപ്പ് 2, ടൈപ്പ് ദ ഫസ്റ്റ് എൻട്രി ആൻഡ് പ്രസ് എൻറ്റർ. ദിസ് വിൽ ക്രിയേറ്റ് എ ന്യൂ ബുള്ളറ്റ് ഓർ നമ്പർ ഓൺ ദ നെക്സ്റ്റ് ലൈൻ. ഇഫ് യു ആർ വാണ്ടഡ് ടു സ്റ്റാർട്ട് എ ന്യൂ ലൈൻ, ഹോൾഡ് ഡൗൺ ദ ഷിഫ്റ്റ് കീ while pressing enter. Step 3, continue to type the entries and press enter twice when you are finished typing
to the end of the list. Next, page number 6, MS Word Spelling and Grammar. How to use spelling and grammar checker. Step 1, select the button from the main tab bar or press F7 button on the keyboard. Step 2, spelling and grammar dialog box will notify you that the first mistake in the document and misspelled words will be highlighted in red. Step 3, if the word is spelled correctly, click the ignore button. Step 4, if the word is spelled incorrectly, choose one of the suggested spellings in the suggestion box. Step 5, if the word is spelled correctly and will appear in many documents, you can type click and add button to add the word in dictionary. Page number 7, for grammar check. Step 1, if you find the word or grammar mistake, it will be shown in the box as spelling error. The mistake is highlighted in the green text. Next, step 2, several suggestions may be given in the suggestion box. Select the correction that best applies and click change. Step 3, if no correction is needed, click the ignore button. Next, page 8, mail merge creation of data source. You can also use Excel program to create a data. Step 1, start the Excel program, open worksheet. Step 2, type the data field name on the top row of the worksheet. Start typing the word record from the second row. Next, step 3, when you finished entering all the data records given in the worksheet. Next, step 4, select the data field names and data record you typed in the worksheet and then click on copy button in the standard toolbar. Close the file and then exit the Excel program. Step 5, open the Word program, open a new document and then click on paste button. The data will be copied to the Word document in a table form. Save the document. Data source document is ready. Next, mail merge creation in MS Word. Step to use the mail merge features in MS Word. Step 1, set up the Excel data file. Step 2, set up the main document. Step 3, specify the Excel data source. Step 4, select the recipient. Step 5, complete the letter and add the merge field. Step 6, save the document. Step 7, preview the letter and fine tune the recipient list. Step 8, complete the merge. നെക്സ്റ്റ് MS എക്സലിൻ്റെ മാർക്ക് ലിസ്റ്റാണ്. മാർക്ക് ലിസ്റ്റ് പ്രിപ്പയർ ചെയ്താണ് ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്. അതുപോലെ തന്നെ ക്ലിയർ ആയിട്ട് വരച്ചിട്ട് എഴുതുക. അതിൽ ഫസ്റ്റ് നമ്പർ കൊടുത്തിട്ടുണ്ട് 1 to 7. നെക്സ്റ്റ് കോളത്തിൽ നെയിം, നെക്സ്റ്റ് സബ്ജക്ട്സിൻ്റെ നെയിമാണ്. ഇതേ സബ്ജക്റ്റിന് കൊടുക്കണമെന്നില്ല. ഇതിൽ കൊടുത്തിട്ടുള്ളത് മാത്സ്, സയൻസ്, ഇംഗ്ലീഷ്, മലയാളം, ഹിന്ദി, അതിൻ്റെ മാർക്സ്. ഈ മാർക്സ് ഒക്കെ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പോലെ നമ്പേഴ്സ് എഴുതാം കേട്ടോ. ഇതിലുള്ള പോലെ തന്നെ ഫോളോ ചെയ്യണമെന്നില്ല. പിന്നെ ടോട്ടൽ കോളം ഉണ്ട്, പെർസെൻറ്റേജിൻ്റെ കോളം ഉണ്ട്. നെക്സ്റ്റ് പേജ് നമ്പർ 10 എഴുതിയത് വായിക്കാം. MS Excel മാർക്ക് ലിസ്റ്റ്. Creating mark list of students in MS Excel. Step 1, open MS Excel, create a table. Next, step 2, type name in A1 cell and enter the student's name in cells below A1. Step 3, enter the subject name in cell B1, C1, D1, E1, F1. For example, Maths in B1, Science in C1, etc. Next, step 4, enter the mark obtained by each student in corresponding subject column. Step 5, enter total in cell G1. For calculating the total mark in G1 cell, follow the equation. Equal to sum എന്നുള്ള ക്യാപിറ്റലിൽ കൊടുക്കുക. ബ്രാക്കറ്റിൽ B1, C1, D1, E1, F1. Then press the enter key. Next, step 6, fill the total marks of remaining students. Select G1 cell, then drag down. Next, page 11. ഓരോരുത്തർ ഹാൻഡ് റൈറ്റിങ്ങിനനുസരിച്ച് നിങ്ങൾക്ക് ആ പേജിൽ തന്നെ ഇതും കൂടി കൊള്ളിക്കാൻ പറ്റുമെങ്കിൽ അതും കൂടി ഇൻക്ലൂഡ് ചെയ്തിട്ട് എഴുതുക കേട്ടോ. സ്റ്റെപ്പ് 7, എൻറ്റർ പെർസെൻറ്റേജ് ഇൻ സെൽ H1 ടു കാൽക്കുലേറ്റ് ദ പെർസെൻറ്റേജ് ഓഫ് മാർക്ക് ഓഫ് ഈച്ച് സ്റ്റുഡൻസ്. ഫോളോ ദ ഇക്വേഷൻ ഇൻ H2 സെൽ ഈക്വൽ ടു G1 ഡിവൈഡഡ് ബൈ 500 into 100. Next, step 8, to autofill the percentage of other students, click and drag down the H2 cell. Page number 12, calculation of commission and net receipt of employees. അതിൻ്റെ ലെഫ്റ്റ് സൈഡിൽ കൊടുത്തിട്ടുള്ളത്
ഫസ്റ്റ് 1 to 6 വരെയുള്ള നമ്പേഴ്സ് കൊടുക്കുക. അതിൻ്റെ അടുത്ത കോളത്തിൽ ലാസ്റ്റ് നെയിം എന്ന് പറഞ്ഞിട്ട് കുറച്ച് പേരുടെ പേര് കൊടുക്കുക. നിങ്ങൾക്ക് ഇഷ്ടമുള്ള പേരുകൾ കൊടുക്കുക. നെക്സ്റ്റ് സെയിൽസ് എമൗണ്ട് എന്നാണ് കൊടുത്തിട്ടുള്ളത്. സെയിൽസ് എമൗണ്ട് ഇതിലുള്ള നിങ്ങൾക്ക് ക്ലിയർ ആവുന്നുണ്ടാവില്ല അല്ലേ ചിലപ്പോൾ. നിങ്ങൾക്ക് ഇഷ്ടമുള്ള എമൗണ്ട് കൊടുക്കുക, ഒന്നും പ്രശ്നമില്ല. നെക്സ്റ്റ് പ്രൊഡക്റ്റ് ടൈപ്പാണ് അടുത്ത കോളം കൊടുത്തിട്ടുള്ളത്. അതിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള എന്തെങ്കിലും ഒരു കോഡ് ഇവിടെ DD2 EE34 FF24 DD2 FF24 ഇങ്ങനെ കൊടുത്തിട്ടുള്ളത്. ഇതുപോലെ തന്നെ കൊടുക്കണമെന്നില്ല, ഇഷ്ടമുള്ളൊരു കോഡ് കൊടുക്കുക. നെക്സ്റ്റ് കോളം കമ്പനിയാണ്. ഇവിടെ കൊടുത്തിട്ടുള്ളത് റൈറ്റ് വെല്ല്, ടങ്കുഡ്, കിങ് ഫുഡ്, റൈറ്റ് വെൽ ഇങ്ങനെയുള്ള കുറച്ച് കമ്പനീൻ്റെ പേര് കൊടുക്കും. നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ നമ്മുടെ നാട്ടിലുള്ള കമ്പനീസിൻ്റെ പേര് കൊടുക്കാം കേട്ടോ. ഇതിലുള്ള പോലെ ഫോളോ ചെയ്യണമെന്നില്ല. നെക്സ്റ്റ് കോളം കമ്മീഷൻ, നെക്സ്റ്റ് നെറ്റ് റെസിപ്റ്റ്. ഇത്രയാണ് നമ്മൾ കോളംസ് കൊടുക്കേണ്ടത്. ഇനി നമുക്ക് പേജ് നമ്പർ 12 എഴുതിയതൊന്ന് വായിച്ചു നോക്കാം. സ്റ്റെപ്പ് 1 ടൈപ്പ് നെയിം ഇൻ സെൽ A1 ആൻഡ് എൻറ്റർ ദ നെയിംസ് ഓഫ് സെയിൽസ്മാൻ ഇൻ ദ ഫോളോയിങ് സെൽ. സ്റ്റെപ്പ് 2 സെയിൽസ് എമൗണ്ട് in the cell B1 and enter the sales amount of each salesman. Next step 3 type the product type in cell C1 and enter the type of products dealing by each salesman. Next step 4 type company in cell D1 and enter the product manufacturing company's name. Next step 5 enter commission in cell E1. Step 6 to calculate the commission, enter the following equation in E2. Company is providing commission 35% of sales of their salesman. പേജ് 30 നിങ്ങൾക്ക് ആ പേജ് തന്നെ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുമെങ്കിൽ അതിൽ തന്നെ എഴുതാം കേട്ടോ. ഈക്വൽ ടു B2 × 35 ഡിവൈഡഡ് ബൈ 100. സ്റ്റെപ്പ് 7 ടൈപ്പ് നെറ്റ് റെസിപ്റ്റ് ഇൻ സെൽ F1. എൻറ്റർ ദ ഇക്വേഷൻ ഇൻ സെൽ F2 ഈക്വൽ ടു കമ്മീഷൻ പ്ലസ് സെയിൽസ് എമൗണ്ട്. Next step 8 click and drag down the cell F2. Next page 14 Microsoft PowerPoint presentation making Christmas and New Year wish card. Step 1 open the MS PowerPoint. Step 2 choose the design, go to the design tab on the top of the page, then select the design. Step 3 click the first box, click to add title. ആ ബോക്സാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. On that box type happy Christmas. Next step 4 for adding your name or subtitle, click on the bottom box and type your name or name of the person you want to wish. Next step 5 for adding more slides, right click on the left side, then new slide will appear. Step 6 on the new slide select the text area and type Happy New Year. Next step 7 to make your slide more attractive, click on the animation tab for making animated presentation. 15 step 8 after completing the presentation click the slideshow tab at the top of the page and select from the beginning. ഇത്രയാണ് നിങ്ങൾക്ക് അസൈൻമെൻറ്റ്സിൽ എഴുതാനുള്ളത്. ഇനി ഈ 15th പേജിൻ്റെ ലെഫ്റ്റ് സൈഡിൽ നിങ്ങൾക്ക് എഴുതാനുള്ളത് ഇവിടെ സ്ക്രീനിൽ കാണിച്ചു തരാം. ഇതേപോലെ ബോക്സ് വരച്ചിട്ട് ജസ്റ്റ് ഹാപ്പി ക്രിസ്മസും താഴെ വേറൊരു ബോക്സ് വെച്ചിട്ട് അതിൽ ഹാപ്പി ന്യൂ ഇയർ എന്ന് എഴുതുന്നത്. 2 കാർഡ് ഉണ്ടാക്കിയതാണ്. ഹാപ്പി ക്രിസ്മസ് ഹാപ്പി ന്യൂ ഇയർ എന്നൊക്കെ ഉള്ളത് കുറച്ചും കൂടി ഭംഗിയായിട്ട് കുറച്ചുകൂടി വലിയ സൈസിലൊക്കെ എഴുതി ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ട് എഴുതാൻ പറ്റുമെങ്കിൽ നിങ്ങൾ അങ്ങനെ ചെയ്യുക കേട്ടോ. അപ്പോൾ ഇത്രയാണ് റെക്കോർഡിൽ എഴുതാനുള്ളത്. ഫുൾ എഴുതി കഴിഞ്ഞാൽ നിങ്ങൾ ഇൻഡെക്സ് ആണ് എഴുതേണ്ടത്. അതായത് ഫസ്റ്റ് പേജിൻ്റെ ഫസ്റ്റ് നിങ്ങൾ ആ പേര് എഴുതി കഴിഞ്ഞ പേജ് കഴിഞ്ഞിട്ടുള്ള പേജിൽ ഇൻഡെക്സ് എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിങ്ങൾക്ക് കാണാം. അതിൽ നിങ്ങൾ 1 2 3 നമ്പർ കൊടുക്കുക. നമ്മൾ ഓരോ ചാപ്റ്ററിൻ്റെ ഹെഡിങ്ങും ഇവിടെ എടുത്തിട്ട് ഈ സ്ക്രീനിൽ കാണുന്ന പോലെ ഫസ്റ്റ് ബേസിക്സ് ഓഫ് കമ്പ്യൂട്ടർ ആയിരുന്നു അത് എഴുതി. അത് നിങ്ങൾ ഏത് പേജിലാണ് എഴുതിയിട്ടുള്ള ആ പേജ് നമ്പർ നിങ്ങൾ ഒരിക്കലും ഇതിൽ നോക്കി ഇതേപോലെ എഴുതി വെക്കരുത്. നിങ്ങൾക്ക് ചിലപ്പോൾ ആ ഒരു പേജിൽ തന്നെ കുറച്ചും കൂടി കാര്യങ്ങൾ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങൾ കുറച്ചും കൂടി പേജ് എടുത്തിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ഏത് പേജിലാണോ ഈ ടോപ്പിക്ക് സ്റ്റാർട്ട് ചെയ്യുന്നത് അവിടെ നോക്കിയിട്ട് പേജ് നമ്പർ എഴുതുക.